ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മളെ ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. ഡിയോൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സീറ്റ് ഓപ്പൺ ആവണ്ടായില്ല. അതായത് സീറ്റ് ലോക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ബസർ പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിലേറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ആണ്. നിലവിൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ നോക്കുമ്പോൾ നമുക്ക് കേബിൾ വലിയ പ്രശ്നമില്ല. കാരണം ഞാൻ വലിയ ടൈറ്റ കാര്യങ്ങളായിട്ടൊന്നും നിലവിൽ കാണുന്നില്ല. കംപ്ലൈൻറ്റ് നമുക്ക് ഈ സീറ്റിൻ്റെയും ഫ്യൂൽ ടാപ്പിൻ്റെയും കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ആ സീറ്റ് ഓപ്പൺ ആവേണ്ടായില്ല. ആ സീറ്റ് ഓപ്പൺ ആവാത്തത് ഈ ക്യാച്ചറിൻ്റെ പ്രോബ്ലമാണ്. അത് ക്യാച്ചർ ഇടയ്ക്ക് ലോക്കായി പോവാണ്. അപ്പോൾ ഈ ഐറ്റം നമുക്കൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ആ കേബിൾ ഇതൊക്കെ നല്ല ടൈറ്റ്, അതാണ് ഫുൾ ടൈറ്റായിട്ട് ലോക്കായി പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്യാച്ചറും മാറണം, ആ കേബിളും മാറ്റിയിടാൻ. അതായത് സീറ്റിൻ്റെ നമ്മൾ ഇവിടുന്ന് ത്രോട്ട് ഓപ്പൺ ചെയ്യുന്ന ആ കേബിൾ മാറ്റാനുണ്ട്. അതേപോലെ തന്നെ പെട്രോളിൻ്റെ ലിഡിൻ്റെയും കേബിൾ ഓൾറെഡി വലിഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ കൂട്ടത്തിക്കടെ ഈ 2 കേബിളും കൂടി മാറ്റണുണ്ട്. ഇത് സീറ്റിൻ്റെ മാറ്റണമുണ്ട്, ഫ്യൂവലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള കേബിളും മാറണുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് 2 ഒറ്റ യൂണിറ്റ് മേന്ന് തന്നെ തന്നെയല്ല, 2നും പഴക്കമായിട്ടുണ്ട്, 2ഉം വലിഞ്ഞിട്ടുണ്ട്, വലിച്ചിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ഉം മാറ്റിയിടുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേസ് വേണമെങ്കിൽ നമുക്ക് വേറെ ഇപ്പം നിലവിൽ അത്ര പ്രശ്നമുള്ള കേസൊന്നുമില്ല. നിലവിൽ ഒരല്പം കൂടി പ്ലേ ആക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റാം. കാരണം വെച്ചാൽ മാറ്റുമ്പോൾ 2 കേബിളും മാറണം. 2 കേബിളും മാറ്റി വരുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു 800 രൂപയോളം ചിലവുണ്ട്. അതായത് കേബിളിൻ്റെയും ലേബറെല്ലാം കൂടി വരുമ്പോൾ ഫുള്ളായിട്ട് അഴിക്കണം നമുക്ക് ഇതേപോലെ. അപ്പോൾ എന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ അതിനുള്ള പ്രോബ്ലം ഇല്ല, വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല തന്നെ. കാരണം എന്ന് വെച്ചാൽ നോർമൽ ഇപ്പോൾ പുതിയ കേബിൾ ഇട്ടാലും നമുക്ക് ഇതിൽ കൂടുതൽ സ്മൂത്തായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആക്സിലേറ്റർ കേബിൾ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കേസ്. പക്ഷെ മറ്റേ 2 കേബിളുകൾ നമുക്ക് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ ക്യാച്ചർ യൂണിറ്റും മാറണം. ബസർ പോയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര ഐറ്റം വയ്ക്കുക. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞാണ്. അത്രയും കേസ് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കത് അത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചിലവ് വരും എന്നുള്ളത് അങ്ങനൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. എന്തായാലും നമുക്കൊരു 5-6 മണിയാവും തീരുമ്പോഴത്തേക്കും. വാഷിംഗ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം. അപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നിലവിലിപ്പോൾ ഫസ്റ്റ് തന്നെ വാട്സപ്പിൽ ഇട്ടേക്കാം. നമുക്ക് എത്ര ചിലവ് വരുന്നത് ധാരണമാണല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ കഴിഞ്ഞാൽ വിളിച്ചോളാം എന്തായാലും കേട്ടോ.